ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് ഈവനിങ് സ്നാക്ക് പരിപ്പോട വയ്ക്കാമല്ലോ. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് പരിപ്പെടുത്ത് 2 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം പരിപ്പോടയ്ക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പില ചോപ്പ് ചെയ്തത്, പച്ചമുളക്, വറ്റൽമുളക്, ചുവന്നുള്ളി, അതുപോലെ തന്നെ ഇഞ്ചി കുനുകുന അരിഞ്ഞത്. എന്നിട്ട് നമുക്ക് ഈ പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചതിൽ നിന്ന് 2 സ്പൂൺ പരിപ്പെടുത്ത് മാറ്റി വയ്ക്കണം. അതിനുശേഷം ബാക്കിയുള്ള പരിപ്പ് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ഒതുക്കിയെടുക്കണം. ഫൈനായിട്ട് അരയ്ക്കരുത്, ഒതുക്കിയെടുത്താൽ മതി. ഏകദേശം ഈ ഒരു പരുവം ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒതുക്കിയെടുക്കുക. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച സാധനങ്ങൾ ഓരോന്നായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചതെല്ലാം ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച 2 സ്പൂൺ പരിപ്പും ഇതിനോടുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലൊരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പിടണം. ഇനി നമ്മളിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കൈകൊണ്ടാണ് മിക്സ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കേട്ടോ കാണുന്നത്. ഇനി വേഗം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് വേഗം പരിപ്പോട ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് പരിപ്പോടയ്ക്കുള്ള ആ മാവ് ചെറിയ ചെറിയ ഉണ്ടകളായിട്ട് കൈയുടെ ഉള്ളിൽ വെച്ചിട്ട് കൈ ഇങ്ങനെ അമർത്തി കൊടുക്കണം. അതായത് കൈയുടെ നടുക്ക് വെച്ചിട്ട് മറ്റേ കൈ കൊണ്ട് നന്നായിട്ട് അമർത്തി കൊടുക്കണം. അപ്പോൾ നമുക്ക് ഏകദേശം ഇങ്ങനെ കിട്ടും. കറക്റ്റ് ആ ഒരു പരിപ്പോടയുടെ ഷേപ്പ് നമുക്ക് കിട്ടും. ഞാനിവിടെ എല്ലാം പരത്തിയെടുത്തു കേട്ടോ. ഇപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ പരിപ്പോട എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത്. അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മറിച്ചിട്ട് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പരിപ്പോട ഇവിടെ ചെറുതായിട്ടൊക്കെ ആയി വരുന്നുണ്ട്. ഇപ്പോൾ ഞാനങ്ങനെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് നമ്മുടെ പരിപ്പോട ഏകദേശം ഇവിടെ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഒരു ബ്രൗൺ കളർ ആവണവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഈ ഒരു കളറാകുമ്പോഴേക്കും നമുക്ക് പതുക്കെ തീയൊക്കെ ഓഫ് ചെയ്ത് അതൊരു പാത്രത്തിലേക്ക് പകർത്താം കേട്ടോ. നോക്കിക്കേ, പരിപ്പോട റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്നൊരു പാത്രത്തിൽ സെറ്റ് ചെയ്ത് വെക്കാം. ഈ പരിപ്പോട ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ചൂട് കാപ്പിയുടെ കൂടെ ഈ പരിപ്പോട ഭയങ്കര ഒരു നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.